കോടിക്കണക്കിന് രൂപയുടെ കൊടിയ നാശമുണ്ടാക്കിയ 40 ദിവസത്തെ യുദ്ധം അവസാനിച്ചു. പാകിസ്ഥാൻ തലസ്ഥാനമായ ഇസ്ലാമാബാദിൽ സമാധാന ചർച്ചകളും ആരംഭിച്ചു കഴിഞ്ഞു. ആർക്കു വേണ്ടി, എന്തിനു വേണ്ടിയായിരുന്നു ഈ യുദ്ധം? യുദ്ധത്തിൻ്റെ പ്രഖ്യാപിത ലക്ഷ്യങ്ങൾ നേടിക്കഴിഞ്ഞോ? ഗൾഫ് രാജ്യങ്ങളിലും പശ്ചിമേഷ്യയിലും ഇതോടുകൂടി സമ്പൂർണ്ണ സമാധാനം സാധ്യമാകുമോ? സംശയങ്ങൾ, ചോദ്യങ്ങൾ ബാക്കിയാണ്. റെജീം ചേഞ്ച് ഇറാനിൽ നടന്നിട്ടില്ല. സെയിം ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡുകൾ IRGC ഇപ്പോഴും പൂർണ്ണമായും ശക്തമായി തന്നെ ഇറാനിൽ നിൽക്കുന്നു. അതുപോലെ തന്നെ ഇറാനിൻ്റെ എൻറിച്ച്ഡ് യുറേനിയം അതുപോലെ തന്നെ ഇറാനിൻ്റെ കയ്യിലുണ്ട്. ഇറാനിൻ്റെ ന്യൂക്ലിയർ കേപ്പബിലിറ്റീസ് അത് ഡീഗ്രേഡ് ചെയ്യാൻ സാധിച്ചിട്ടില്ല. ഇറാനിൻ്റെ മിലിറ്ററി കേപ്പബിലിറ്റീസ്, ബാലിസ്റ്റിക് മിസൈൽ കേപ്പബിലിറ്റീസ് പൂർണ്ണമായും നശിപ്പിച്ചു എന്ന് അമേരിക്ക അവകാശപ്പെടുന്നുണ്ടെങ്കിൽ പോലും നമുക്കതിൻ്റെ ഗ്രൗണ്ട് റിയാലിറ്റി പരിശോധിച്ചാൽ ഇപ്പോഴും ഇറാനിൻ്റെ ലോങ് റേഞ്ച് മിസൈൽ കേപ്പബിലിറ്റീസ് അത് വെച്ചാണ് ഈ ഗൾഫ് രാജ്യങ്ങളിലും ഇപ്പോഴും ആക്രമണം തുടർന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ എന്ത് ഒബ്ജക്റ്റീവുകളാണ് അമേരിക്ക ഈ യുദ്ധം കൊണ്ട് അച്ചീവ് ചെയ്തത് എന്ന് ചോദിച്ചാൽ അതിന് വ്യക്തമായ ഉത്തരങ്ങൾ ഇല്ല എന്നുള്ളതാണ്. 2 ആഴ്ചത്തെ താൽക്കാലിക വെടിനിർത്തൽ പശ്ചിമേഷ്യയ്ക്കും ലോകരാജ്യങ്ങൾക്കും നൽകുന്ന ആശ്വാസം ചെറുതല്ല. പക്ഷേ ആ ആശ്വാസത്തിന്റെ ആയുസ് എത്രയെന്ന് ആശങ്കപ്പെടുത്തുന്നതാണ് ഇത്തരം ചോദ്യങ്ങൾ, സംശയങ്ങൾ. അമേരിക്ക പറഞ്ഞ ആണവ നിരായുധീകരണം, ഭരണമാറ്റം ഇതൊന്നും ഇറാനിൽ ഉണ്ടായിട്ടില്ല. ലക്ഷ്യം സാക്ഷാത്കരിക്കാതെ പാതി വഴിയിൽ ഉപേക്ഷിക്കുന്ന പോരാട്ടത്തിന് എപ്പോൾ വേണമെങ്കിലും ഒരു തുടർച്ചയുണ്ടാകാം. ഇത്തരമൊരു തുടർച്ച ഇല്ലാതാക്കാൻ ഇസ്ലാമാബാദിലെ ചർച്ചകൾക്ക് സാധിക്കുമോ എന്നതാണ് പ്രധാനം. യുദ്ധത്തിന് മുൻപ് കൂടുതൽ ചർച്ച ചെയ്യപ്പെടാതിരുന്ന ഹോർമൂസ് കടലിടുക്കിന്റെ പരമാധികാരമാണ് ഇപ്പോൾ തർക്ക വിഷയങ്ങളിലൊന്ന്, അല്ലെങ്കിൽ പ്രധാന വിഷയം. ഇതിൽ ഇറാൻ വിട്ടുവീഴ്ച ചെയ്യുമോ എന്ന് കണ്ടറിയണം. ഗൾഫ് രാജ്യങ്ങളുടെ, ലോകത്തിന്റെ തന്നെയും ഇന്ധന വാൽവായ ഹോർമൂസിന്റെ പരമാധികാരം ഒരു രാജ്യത്തിന് മാത്രമായി വിട്ടുകൊടുക്കുന്നത് ലോകത്തിന് എന്നും ഭീഷണിയാകും. ഇറാൻ മുന്നോട്ട് വെച്ചിരിക്കുന്ന ഒരു 10 പോയിന്റ് ഡിമാൻഡ്സ് ഉണ്ട്, 10 പോയിന്റുകൾ. അതിൽ പല പോയിന്റുകളും അത് അമേരിക്കയ്ക്ക് എന്നല്ല ഗൾഫ് രാജ്യങ്ങൾക്കും ഒരിക്കലും അംഗീകരിക്കാൻ സാധിക്കാത്ത ഡിമാൻഡുകളാണ്. അതിൽ പ്രത്യേകിച്ച് ഒന്ന്, സ്ട്രെയ്റ്റ് ഓഫ് ഹോർമൂസിന്റെ കൺട്രോൾ ഇനി ഇറാനിന്റെ കയ്യിലായിരിക്കും, ഒരു സോവറിൻ റൈറ്റ് ഇറാൻ ആയിരിക്കും എന്നുള്ള ഒരു ഡിമാൻഡ് ഇറാൻ വെച്ചിട്ടുണ്ടെങ്കിൽ ഗൾഫ് രാജ്യങ്ങൾക്ക് അതൊരിക്കലും അംഗീകരിക്കാൻ പറ്റുന്നതല്ല. കാരണം നമുക്കറിയാം, ഗൾഫ് രാജ്യങ്ങളിലുള്ള വലിയ തോതിലുള്ള അവരുടെ ഓയിൽ, എനർജി എക്സ്പോർട്ടുകൾ നടക്കുന്നത് സ്ട്രെയ്റ്റ് ഓഫ് ഹോർമൂസ് വഴിയാണ്. ഒരു ന്യൂക്ലിയർ ആംഡ് ആയിട്ടുള്ള ഇറാനിനേക്കാളും ഡേഞ്ചറസ് ആണ് സ്ട്രെയ്റ്റ് ഓഫ് ഹോർമൂസ് കൺട്രോൾ ചെയ്യാൻ കഴിവുള്ള ഇറാൻ. കാരണം ഗ്ലോബൽ എനർജി മാർക്കറ്റിനെ മുഴുവൻ തന്നെ ഒരു ഹോസ്റ്റേജായി പിടിച്ചു നിർത്താൻ ഇറാന് സാധിക്കും എന്നുള്ളത് ഇറാൻ തെളിയിച്ചു കഴിഞ്ഞു. ഇറാനിൽ മാത്രം 2000-ലധികം പേർക്കാണ് ആക്രമണങ്ങളിൽ ജീവൻ നഷ്ടമായത്. 26,000-ലധികം പേർക്ക് പരിക്കേറ്റു. കെട്ടിടങ്ങൾക്കും റോഡുകളും പാലങ്ങളും ആശുപത്രികളും അടക്കമുള്ള അടിസ്ഥാന സൗകര്യങ്ങൾക്കും ഉണ്ടായ നാശനഷ്ടങ്ങൾക്ക് കണക്കില്ല. ഇസ്രയേൽ, ലെബനോൺ, UAE, സൗദി അറേബ്യ, ഖത്തർ, കുവൈറ്റ്, ബഹ്റൈൻ എല്ലാ രാജ്യങ്ങളിലും ആൾനാശമുണ്ടായി. സമാധാന ചർച്ചകൾക്ക് ഒരിക്കൽ നേതൃത്വം നൽകിയിരുന്ന ഒമാനിൽ പോലും ആക്രമണങ്ങളും ആൾനാശവും ഉണ്ടായി. ഗൾഫ് രാജ്യങ്ങൾ യുദ്ധത്തിന്റെ ഭാഗമായിരുന്നില്ല. പക്ഷേ ഇറാനിൽ നിന്നും ഏറ്റവും അധികം ആക്രമണങ്ങൾ ഏറ്റുവാങ്ങേണ്ടി വന്നത് GCC രാജ്യങ്ങൾക്കാണ്. വിമാനത്താവളങ്ങൾ ആക്രമിക്കപ്പെട്ടു. കുവൈറ്റ് വിമാനത്താവളത്തിലേക്ക് മാത്രം 5 തവണ ആക്രമണങ്ങളുണ്ടായി. ഇന്ധന സംഭരണ കേന്ദ്രങ്ങളും വൻകിട ഫാക്ടറികളും സാമ്പത്തിക മേഖലകളും കപ്പലുകളുമെല്ലാം ആക്രമണത്തിന് ഇരയായി. UAEക്കെതിരെ മാത്രം 2000-ലധികം ഡ്രോണുകൾ പ്രയോഗിച്ചു. 100 കണക്കിന് മിസൈലുകളും ഡ്രോണുകളുമാണ് മറ്റ് GCC രാജ്യങ്ങളിലേക്കും ഇറാൻ തൊടുത്തുവിട്ടത്. എന്നിട്ടും പക്ഷേ ഗൾഫ് രാജ്യങ്ങൾ തിരിച്ചടിച്ചില്ല. യുദ്ധത്തെ ഏറ്റവും സംയമനത്തോടെ നേരിട്ടത് ഗൾഫ് രാജ്യങ്ങൾ തന്നെയാണ്. ഗൾഫ് രാജ്യങ്ങൾ ഒരിക്കലും ആഗ്രഹിക്കാത്ത, നേരിട്ട് പങ്കെടുക്കില്ല എന്നും ഡിഫെൻസീവ് പോസ്റ്ററിൽ മാത്രമേ നിൽക്കുകയുള്ളൂ എന്നും 1 മാസത്തിൽ കൂടുതൽ ഉറച്ചു നിന്നിരുന്ന ഗൾഫ് രാജ്യങ്ങൾക്ക് ഇത് തീർച്ചയായും ഇത് വെൽക്കമിംഗ് ആയിട്ടുള്ള, അവർക്ക് സ്വീകാര്യമായിട്ടുള്ള ഒരു സീസ് ഫയർ അഗ്രിമെന്റ് തന്നെയാണിത്. പക്ഷേ ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, ഒന്ന്, ഈ സീസ് ഫയർ എഗ്രിമെന്റ് എത്രത്തോളം ഫ്രെജൈൽ ആണ് എന്നുള്ളത് നാം നോക്കിക്കാണേണ്ടതുണ്ട്. ഗൾഫിലുടനീളം UAE അടക്കം കുവൈറ്റിൽ, ബഹ്റൈനിൽ
ഇവിടെയെല്ലാം തന്നെ ഇറാനിൻ്റെ ആക്രമണങ്ങൾ തുടർന്നു കൊണ്ടിരുന്നു. മിസൈലുകൾ വന്നിട്ടുണ്ട്, ഡ്രോൺ അറ്റാക്കുകൾ വന്നിട്ടുണ്ട്. അപ്പോൾ ഈ സീസ് ഫയർ പ്രാക്ടിക്കലായി ഓൺ ദ ഗ്രൗണ്ട് എത്രത്തോളം പ്രാബല്യത്തിൽ വരുമെന്ന് ഗൾഫ് രാജ്യങ്ങൾ ഇപ്പോൾ ഉറ്റുനോക്കേണ്ടതുണ്ട്. ശാശ്വത സമാധാനത്തിനുള്ള മറ്റൊരു വെല്ലുവിളി ലെബനോണും ഹിസ്ബുള്ളയുമാണ്. യുദ്ധം തുടങ്ങി കുറച്ചു കഴിയുമ്പോഴാണ് ഹിസ്ബുള്ള യുദ്ധത്തിന്റെ ഭാഗമാകുന്നതും ഇസ്രായേലിലേക്ക് ആക്രമണം ആരംഭിക്കുന്നതും. ഇതോടെ ലെബനോൺ യുദ്ധഭൂമിയായി. ഇറാന്റെ നിഴലായ ഹിസ്ബുള്ളയോടുള്ള ഇസ്രായേലിന്റെയും ബെഞ്ചമിൻ നെതന്യാഹുവിന്റെയും ഇനിയുള്ള നിലപാടുകളും പശ്ചിമേഷ്യയിലെ സമാധാനത്തെ ബാധിക്കും. ലെബനൻ ഫ്രണ്ടിൽ നടക്കുന്ന മറ്റൊരു സംഘർഷം എന്ന് പറയുന്നത് ഹെസ്ബുള്ളയും ഇസ്രായേലും തമ്മിലുള്ള യുദ്ധം നിർത്തണം എന്നൊരു ഡിമാൻഡാണ്. അത് നിർത്തില്ല എന്നും അത് തുടർന്നുകൊണ്ട് തന്നെ ഇരിക്കുമെന്ന് നെതന്യാഹു പ്രഖ്യാപിക്കുമ്പോൾ തീർച്ചയായും നാം ഈ സമാധാന കരാർ അല്ലെങ്കിൽ ഈ സീസ് ഫയർ എഗ്രിമെന്റ് എത്രത്തോളം നീണ്ടു നിൽക്കും അല്ലെങ്കിൽ എത്രത്തോളം പ്രാക്ടിക്കലാണ് നിലനിൽക്കും എന്നുള്ള ഒരു വലിയ ചോദ്യമാണ് മുന്നിലോട്ട് വെക്കുന്നത്. കാരണം ഹെസ്ബുള്ള ഇറാനിന്റെ ഒരു പ്രോക്സി മിലിഷ്യയാണ്. ഇതൊക്കെയാണെങ്കിലും 2 ആഴ്ചത്തെ വെടിനിർത്തൽ ഗൾഫിനും പശ്ചിമേഷ്യയ്ക്കും ഇന്ത്യയടക്കമുള്ള ഏഷ്യൻ രാജ്യങ്ങൾക്കും വലിയ ആശ്വാസമാണ്. ഒരു രാജ്യത്തെ സംസ്കാരത്തെ തന്നെയും തുടച്ചു നീക്കുമെന്ന് ഡൊണാൾഡ് ട്രംപ് ഭീഷണിപ്പെടുത്തി ആ അന്ത്യശാസനം അവസാനിക്കാൻ മണിക്കൂറുകൾ മാത്രം ശേഷിക്കുമ്പോഴാണ് വെടിനിർത്തൽ വരുന്നത്, നയതന്ത്ര ചർച്ചകൾ ഉണ്ടാകുന്നത്. ഒരു സംസ്കാരത്തെ തന്നെ താൻ ഇല്ലാതാക്കും എന്നുള്ള തരത്തിലുള്ള അത്രയും കഠിനമായിട്ടുള്ള ഭീഷണികൾ മുഴക്കി ത്രെറ്റ് അധികം വലിയ തോതിൽ എസ്കലേറ്റ് ചെയ്തിരുന്ന ട്രംപ് ഇതിൽ നിന്നൊരു ഓഫ് റാമ്പ്, നമുക്കൊരു ഡിപ്ലോമാറ്റിക് വിൻഡോ തുറന്നു കിട്ടിയിരിക്കുന്നതാണ്. ഈ ഡിപ്ലോമാറ്റിക് വിൻഡോ അമേരിക്കയും ഇറാനും എങ്ങനെ ഉപയോഗിക്കും എന്നുള്ളതനുസരിച്ചിരിക്കും നമുക്ക് ഇനി ഈ സീസ് ഫയർ നമുക്ക് ഒരു വലിയ തോതിൽ ഒരു സസ്റ്റെയിൻഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഒരു ലോങ് ലാസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു സീസ് ഫയറിന് അല്ലെങ്കിൽ ഒരു സമാധാന കരാറിലേക്ക് ഇത് എത്തുമോ എന്ന് നാം കാത്തിരിക്കേണ്ടതുണ്ട്. ചർച്ചകളിൽ തന്നെയാണ് പ്രതീക്ഷ. ഹോർമൂസ് സ്വതന്ത്രമാക്കണം, പശ്ചിമേഷ്യയിൽ സമാധാനം വേണം, പ്രവാസികൾക്കും സ്വദേശികൾക്കും ഗൾഫിൽ സമാധാനത്തോടെ ജീവിക്കാനും ജോലി ചെയ്യാനും കഴിയണം. ഇതിനെല്ലാം ഇസ്ലാമാബാദ് ചർച്ചകൾ വഴിയൊരുക്കുമോ എന്നാണ് ഇനി അറിയേണ്ടത്.